കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ്, മാസപ്പടി കേസ് തുടങ്ങിയവയുടെ ചുമതലയുണ്ടായിരുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം. ഡെപ്യൂട്ടി ഡയറക്ടർ പ്രശാന്ത് കുമാറിനെയാണ് സ്ഥലം മാറ്റിയത്. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിച്ച പി രാധാകൃഷ്ണനാണ് പകരം വരുന്നത്. 24 എക്സ്ക്ലൂസീവ്. ശ്രീകാന്ത് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങൾ നൽകാൻ. കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത്, എന്താണ് ഈ സ്ഥലം മാറ്റത്തിന് പിന്നിൽ? അപ്രതീക്ഷിതമായ സ്ഥലം മാറ്റം എന്ന് തന്നെ പറയേണ്ടി വരും ഗോപികൃഷ്ണൻ ഈ കേസിൽ. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതായിരുന്നു ഈ രണ്ട് കേസുകളും. തൃശ്ശൂരിലടക്കം അവരുടെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചത് ഈ കരുവന്നൂർ കേസാണ്. ഒപ്പം മാസപ്പടി കേസും സജീവമാക്കി BJP ഉയർത്തിക്കൊണ്ടുവരുമ്പോഴാണ് ആ കേസിന്റെ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ പ്രശാന്ത് കുമാറിന് ഡൽഹിയിലേക്ക് സ്ഥലം മാറ്റം വരുന്നത്. പ്രശാന്ത് കുമാറിന് സ്ഥലം മാറ്റം ഇതിനോടകം തന്നെ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു. അദ്ദേഹം ബീഹാറിൽ നിന്നുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിനെ ഇപ്പോൾ സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവും വന്നിട്ടുണ്ട്. പകരം ഇവിടെ എത്തുന്നത് നേരത്തെ സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ കൂടിയായ പി രാധാകൃഷ്ണനാണ്. പക്ഷേ അതിലൊരു പ്രശ്നമുള്ളത്, BJP അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ആ കേസ് അട്ടിമറിച്ചത്, സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിച്ചത് പി രാധാകൃഷ്ണനാണെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു അക്കാലത്ത്. അതിന്റെ അടിസ്ഥാനത്തിൽ പി രാധാകൃഷ്ണനെ അന്ന് ചെന്നൈയിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു കേന്ദ്ര സർക്കാർ. ആ ഉദ്യോഗസ്ഥൻ കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും BJP നേതൃത്വം ഈ വിഷയത്തിൽ ഔദ്യോഗികമായ പ്രതികരണം നടത്തിയിട്ടില്ല. പക്ഷേ ഇതിനോടകം തന്നെ ഈ പി രാധാകൃഷ്ണൻ സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കപ്പെട്ടു എന്ന് BJP നേതൃത്വം തന്നെ, സംസ്ഥാന നേതൃത്വം തന്നെ ആരോപണം ഉന്നയിച്ച ഉദ്യോഗസ്ഥൻ തിരികെ ED-യിലേക്ക് എത്തുന്നത്, ഈ കരുവന്നൂർ മാസപ്പടി കേസുകൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് അതീവ ജാഗ്രതയോടെയാണ് BJP നേതൃത്വം നോക്കിക്കാണുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. ശരിയാ, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.